Hello guys, welcome back to my YouTube channel, Bacalvo. Feel the heat, the flames arise in this kitchen where flavors surprise. Chop the garlic, dance with the zest. Bacalvo. Calvo's magic, it's time for the quest. Oh, let the fire blaze, the dishes ignite. Cooking with passion, it feels so right. Stirring up love in every pot and pan. But Calvo vibes come join the clan. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കംബോഡിയക്കാരുടെ ദേശീയ ഫുഡായിട്ടുള്ള ഫിഷ് അമോക്ക്. ഈ ഫിഷ് അമോക്ക് എന്ന് പറയുന്നത് അവരുടെ ഒരു ട്രഡീഷണൽ ഫുഡാണ്. അപ്പം ഇന്ന് നമ്മുടെ പരിപാടി ഫിഷ് അമോക്ക്. ബാഡ് തന്നെ വേടാ. വളരെ പഴയ കാലത്ത് എക്മേർ സാമ്രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. അന്ന് കംബോഡിയയിൽ രാജാക്കന്മാർക്കും വലിയ പ്രഭുക്കൾക്കും വേണ്ടി മാത്രം ഒരുക്കിയിരുന്ന ഒരു പ്രത്യേക വിഭവം ഉണ്ടായിരുന്നു. അതാണ് ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഫിഷ് അമോക്ക്. അന്നത്തെ അടുക്കളയിൽ സാധാരണ കറികളല്ല ഉണ്ടാക്കിയത്. രാജാക്കന്മാർക്ക് വേണ്ടി വാഴയിൽ പൊതിഞ്ഞ് ആവിയിൽ പതുക്കെ വേവിച്ച് മൃദുവായ കസ്റ്റാർഡ് പോലെ തോന്നിക്കുന്ന ഒരു വിഭവം ഉണ്ടാക്കി. അതാണ് അമോക്ക് എന്ന കുക്കിംഗ് സ്റ്റൈൽ. ആ കാലത്ത് ഇത് ആഘോഷങ്ങളിലും രാജകീയ വിരുന്നുകളിലും മാത്രം വിളമ്പിയിരുന്നു. സാധാരണ ജനങ്ങൾക്ക് അത് കിട്ടിയിരുന്നില്ല. രാജാവിൻ്റെ പ്രത്യേക വിഭവം രാജകീയ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗം തന്നെ. പിന്നീട് നൂറ്റാണ്ടുകൾ കടന്നുപോയപ്പോൾ ഈ വിഭവം രാജധാനിയിൽ നിന്നും പുറത്തേക്ക് പടർന്നു. സാധാരണ ജനങ്ങൾക്കും അത് അവരുടെ അടുക്കളയിൽ ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ന് ഫിഷ് അമോക്ക് കംബോഡിയയിലെ ദേശീയ വിഭവമാണ്. ഒരിക്കൽ രാജാക്കന്മാരുടെ മാത്രം ഭക്ഷണമായിരുന്നതും ഇന്ന് നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട വിഭവമായി മാറി. അതുകൊണ്ട് തന്നെ ഫിഷ് അമോക്ക് കഴിക്കുമ്പോൾ അതൊരു സാധാരണ ഭക്ഷണമല്ല, 1000 വർഷം പഴക്കമുള്ള ഒരു രാജകീയ ചരിത്രത്തിൻ്റെ രുചി കൂടിയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫിഷ് അമോക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കുമ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഐറ്റംസ് വേണം. നമുക്ക് എന്തിനു വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വേണം. ആക്ച്വലി ഇഞ്ചി അവർ ഇപ്പോൾ കംബോഡിയക്കാർ യൂസ് ചെയ്യണത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിംഗർ റൂട്ട് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ജിഞ്ചറാണ്. അത് ഒരു ചൈനീസ് ജിഞ്ചറാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് എരിവുള്ളതായിരിക്കും. അതേപോലെ നമ്മുടെ ജിഞ്ചറിൻ്റെ ടേസ്റ്റ് അതിൽ വരും. പക്ഷേ നമുക്കതിവിടെ അവൈലബിൾ അല്ലാത്ത കാരണം ഞാൻ നമ്മുടെ നോർമൽ ജിഞ്ചറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ജിഞ്ചർ, പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഷാലറ്റ്, നമ്മുടെ ചെറിയുള്ളി ഒക്കെ ഉണ്ടല്ലോ, സെറ്റ്, അത് മതി. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി, പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെമൺ ഗ്രാസ്. ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കണ്ടുവരുന്ന നമ്മുടെ ഇഞ്ചിപ്പുല്ലുണ്ടല്ലോ, എൻ്റെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുല്ല്, ഈ സാധനങ്ങളെല്ലാം അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 10-15 മിനിറ്റ് കുറച്ച് റെഡ് ചില്ലീസ് നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കുക. സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ റെഡ് ചില്ലീസും നമ്മുടെ മിക്സിയിലിട്ടിട്ട് കുറച്ച് ഷുഗർ ഇടുക. ഒരു സ്പൂൺ ഷുഗർ ഇട്ടോളൂ. അത് ഇട്ടിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സോയ സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. ഫിഷ് സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. ഞാനത് ഉപയോഗിക്കുന്നില്ല, എനിക്ക് അത്ര അങ്ങോട്ട് വലിയ ഫാനല്ല ഞാൻ ഫിഷ് സോസിൻ്റെ. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ മിക്സിയിലിട്ട് ഒറ്റയടി. അതിനുശേഷം നമ്മളിത് പുറത്തെടുത്തിട്ട് നമ്മുടെ കോക്കനട്ട് മിൽക്ക് ഉണ്ടല്ലോ, അതായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്തിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വൈറ്റ് ഫിഷ് വേണം ഈ ഫിഷ് അമോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ കോഡ് എന്ന് പറഞ്ഞൊരു ഫിഷാണ് യൂസ് ചെയ്യണത്. ഇവിടെ അത് ഇഷ്ടം പോലെ അവൈലബിളാണ്, എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും UK-ൽ. ഞാൻ അതാണ് എടുക്കണത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വൈറ്റ് ഫിഷുകൾ നമ്മുടെ ചാളയാ, അയിലയാ, കരിമീനാ, നമ്മുടെ പിലോപ്പിയാ, ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൻ്റെ ഫില്ലറ്റുകൾ, മുള്ളില്ലാത്ത ഭാഗം യൂസ് ചെയ്യണതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അത് കുറച്ച് കട്ട് ചെയ്തിട്ട് നല്ല നൈസ് പീസുകളാക്കിയിട്ട് അത് ഇതിലിട്ടിട്ട് പയ്യെ മിക്സ് ചെയ്യുക. പയ്യെ മിക്സ് ചെയ്തിട്ട് എന്ത് വേണം, നമുക്ക് കുറച്ച് എഗ്ഗ് എടുത്തിട്ട് എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചിട്ട് അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എന്തിനു വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബനാന കപ്പ് വേണം. ബനാന കപ്പ് നമ്മുടെ ബനാന ലീവ്സ് കപ്പ് ഇട്ടാ, ബനാന കപ്പല്ല, ബനാന ലീവ്സിൻ്റെ കപ്പ്. അപ്പോൾ ഈ ബനാന ലീവ്സ് കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഴയിലെടുത്തിട്ട് അതിനൊരു റൗണ്ടായിട്ട് കട്ട് ചെയ്യുക നല്ല അടിപൊളിയായിട്ട്. എന്നിട്ട് കുറച്ച് നമ്മുടെ നാട്ടിൽ ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് തീ കാളിക്കേ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. നന്നായിട്ട് തീ കാളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കുമല്ലോ, അതുപോലെ ഇത് പൊട്ടാണ്ട് വരാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യണത്. പൊട്ടാണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് തീ കാളിച്ചിട്ട്
ഒന്ന് ചൂടാക്കി എടുക്കുക. അതിന് പിടിച്ച് ഇങ്ങനെ 4 സൈഡിലും ഇങ്ങനെ കുത്തി കൊടുക്കണം. അപ്പോൾ നല്ല നൈസായിട്ട് പൊട്ടിപ്പോവാത്ത രീതിയിൽ നൈസായിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ടൂത്ത് പിക്ക് ഈർക്കില്ല എന്നിട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് അങ്ങോട്ട് കുത്തി കൊടുക്കുക. ലാസ്റ്റ് ഇതൊരു എന്താ പറയുക, ഒരു കുമ്പിള് പോലെ വരും. നമുക്ക് നമ്മുടെ സംഭവം ഒഴിക്കാവുന്ന രീതിയിൽ ഉണ്ടാ സെറ്റ്. ഇതിൽ നമ്മൾ നമ്മുടെ നാട്ടിലത്തെ ഇപ്പോൾ സ്പിനാച്ചാണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ സ്പിനാച്ചാണ്, നമ്മുടെ പച്ചച്ചീരയാണ് ഞാനിവിടെ ഉപയോഗിക്കണത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഭക്ഷ്യയോഗ്യമായിട്ട് കിട്ടുന്ന എല്ലാ ഇലവർഗ്ഗം, ഏത് ഇലവർഗ്ഗം വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഇടുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മിക്സ് നേരെ അതിലേക്ക് ഇടുക. അതിനുശേഷം അതിൻ്റെ ടോപ്പിൽ കുറച്ച് നമ്മുടെ കോക്കനട്ടിൻ്റെ ക്രീമാണ് കിട്ടണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക. അപ്പോൾ കുറച്ച് കോക്കനട്ട് ക്രീം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഇവിടെ ലൈമിൻ്റെ സ്കിന്നുണ്ടല്ലോ, ലൈമിൻ്റെ സ്കിന്നെടുത്തിട്ട് ഞാനൊന്ന് ഗാർണിഷിങ്ങിന് വേണ്ടി അത് ചെറുതായിട്ട് നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതും അതിൻ്റെ മുകളിൽ ഇടുന്നുണ്ട്. അതേപോലെ കുറച്ച് റെഡ് ചില്ലീസ് അതും ഒന്ന് നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞിട്ട് അതും അതിൻ്റെ ടോപ്പിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ഗാർണിഷിങ് ആവും, നല്ല ഭംഗിയാവും. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 15 to 20 മിനിറ്റ് നമ്മുടെ ഫിഷ് വേവാനുള്ള സമയം നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് കഴിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കംബോഡിയക്കാരുടെ ദേശീയ ഭക്ഷണമായിട്ടുള്ള ഫിഷ് അമോക്ക്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫിഷ് അമോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ടേസ്റ്റിംഗ് ടൈമാണ്. ടേസ്റ്റിംഗ് ടൈം. Sizzle in the pan, can you feel that heat? Bokovo is here, bring that fiery beat. Chop it up, whip it fast, let the flames collide. Dance in the kitchen, turn the music up high. Bokovo, lighting up the night. Flames in the kitchen, everything's alright. Cooking a passion, it's a silly show. Join the rhythm, let the good നമ്മുടെ times മായിസോടി ഉണ്ട്. നമുക്ക് ടേസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അവളെ ഇൻവൈറ്റ് ചെയ്യാം. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഹലോ. അപ്പോൾ ഞാനിവിടെ ഒരു ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് ബ്രൗൺ റൈസ് എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഫിഷ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇന്ത്യൻ ടെമ്പറേച്ചർ ഞാൻ നോക്കിയായിരുന്നു, 65 എബോവ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റീം ചെയ്ത് കുക്ക് ചെയ്തതാണ്. അപ്പോൾ എമ്മയായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ടേസ്റ്റ് ചെയ്യൂ. ഞാൻ തന്നെ ഫസ്റ്റ് ടേസ്റ്റിംഗ് നീ തന്നെ. റൈസ് കൂട്ടിട്ട് റൈസാ ഫിഷാ കൂട്ടിട്ട് ഒരു വിശ്വാസം. സൂപ്പർ, യമ്മിയുണ്ട്. കോക്കനട്ട് കോക്കനട്ട് പിള്ളയുടെ നിർവ്വാണ പോലെ ഉണ്ട്. നിർവ്വാണം മുമ്പ് നീ ടേസ്റ്റ് ചെയ്തിട്ടില്ലേ ഗൈസ്? എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മുടെ ഷെഫ് പിള്ള ഇതിന്നായിരിക്കണം നമ്മുടെ നിർവ്വാണം കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. കാരണം ഇതിലാകെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ലെമൺ ഗ്രാസ് ഇല്ല നിർവ്വാണയിൽ. അങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ. ഓൾമോസ്റ്റ് ഒരു അനിയൻ ചേട്ടൻ ബന്ധമുണ്ട് ഈ ഫുഡായിട്ട്. റൈസായിട്ട് ടേസ്റ്റ് ചെയ്യണല്ലേ? ഫിഷ് എങ്ങനെയുണ്ട്? വെന്തില്ല? ഫിഷ് കറക്റ്റ് മെൽറ്റ് ആയി പോകുന്നുണ്ട്. ഇതിന് ഫിഷ് നിർവ്വാണയുടെ കോക്കനറ്റിന്റെ ഫ്ലേവർ വന്നിട്ടുണ്ട്. അത് പിന്നെ എന്തോ എനിക്ക് അറിയാത്തൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റെം എന്താ സാധനമില്ലേ, ഇഞ്ചിപ്പുല്ല്. ഇഞ്ചിപ്പുല്ല്, അതെ, അതിന്റെ ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അതിന്റെ ടേസ്റ്റ് ചിലപ്പോൾ കയറി നിൽക്കും. കാരണം ഒരു പൊട്ട് ഈ നമ്മുടെ ഈ ലെമൺ ഗ്രാസ് ഇട്ടതിൻ്റെ ഭയങ്കര ടേസ്റ്റ്. നമ്മൾ ഏകദേശം ഒരു പിടി 1.5 പിടിയോളം ലെമൺ ഗ്രാസ് ഇട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഫ്ലേവർ, ഡിഫറെന്റ് ഫ്ലേവർ ഇതിൽ അറിയാനുണ്ട്. എരിവ് എങ്ങനെയുണ്ട്? നോർമൽ സ്പൈസിയാണ്. സ്പൈസിനെസ് ആവശ്യത്തിന്. റൈസ് കൂട്ടിയാൽ നമ്മുടെ ഒരു നാടൻ ടേസ്റ്റ് പോലെ. റൈസിൻ്റെ കൂടെ പോവില്ലേ? റൈസിൻ്റെ കൂടെ പോവും. എനിക്കൊന്ന് ഈ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ, വെള്ളപ്പത്തിൻ്റെ കൂടെ അടിപൊളിയായിരിക്കുന്നു. നമ്മുടെ മീൻകറിയും ഇതും പോലെ തന്നെ. അപ്പോൾ അടിപൊളി. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, നമ്മുടെ ഫിഷ് നോക്കിയേ,
ഉണ്ടാ പൊട്ടി പൊട്ടി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് താൻ. ഇവൻ്റെ ഫിഷ് തന്നെ എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്യാം. നല്ലൊരു പീസ് ഇട്ടാ വേണ്ട ഫിഷ്. ഫിഷ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോ, അലിഞ്ഞു പോണു. ശരിയല്ല, ലെമൺ ഗ്രാസിൻ്റെ ടേസ്റ്റ് കയറി നിൽക്കുന്നുണ്ട്. നമുക്കിനി നമ്മൾ കുറച്ച് റൈസ് ഇട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് റൈസ് ഇങ്ങനെ എടുത്തിട്ട് നേരെ ഇങ്ങനെ കട ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇതിൽ പോയി ശോശി വെക്കാം. ഇത് അടിച്ചില്ല സാധനം, വിത്ത് റൈസ് സൂപ്പറാ, നൈസ് സാധനം. എനിക്ക് സ്പൂണ് ഇഷ്ടമല്ല ഗൈസ്, കൈ കൊണ്ടൊന്ന് ട്രൈ ചെയ്തോ കേട്ടാ. റൈസ് എടുത്തിട്ട് അങ്ങനെ ഇട്ടിട്ട് അതിൽ നമുക്കൊരു പീസ് ഫിഷ് കൊടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നോക്കിയാ സൂപ്പർ. സൂപ്പർ സാധനം, ഒന്നും പറയില്ല. വൈറ്റ് ഫിഷാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കരിമീനൊക്കെ നല്ല പൊള്ളിയായിരിക്കും. കരിമീനൊക്കെ നന്നായിട്ട് കയറി പോകുന്നുണ്ട്. ഫിഷ് നന്നായിട്ട് കുക്കായിട്ട്, ഫിഷ് പെട്ടെന്ന് കുക്കാവും അല്ലേ? എനിക്ക് തോന്നുന്നു ഇതൊരു 15 മിനിറ്റ് എടുത്തിട്ടില്ല. അതിന് മുമ്പ് ഞാൻ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ, ഇന്നലെ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും. വേണ്ട ഈ വാഴയിലൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഇത് ഫ്ലേവർ ഉണ്ടല്ലേ, നല്ല ഫിഷ്. ഇതിൽ കുറച്ചും കൂടിയും നല്ല ലെമൺ ഗ്രാസ് കയറിക്കുന്നു പറഞ്ഞില്ലേ, കുറച്ചും കൂടിയും നമ്മൾ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ക്രീം വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ബാലൻസ് ആവും. പിന്നെ ഇത് നമ്മൾ മറ്റേ ലൈമിൻ്റെ ഇത് ഇട്ടുണ്ടായിരുന്നല്ലോ, ലൈമിൻ്റെ സ്കിന്ന്, ആ ഒരു ടേസ്റ്റും കയറി നിൽക്കുന്നുണ്ട്. ഓ അതാണല്ലേ അത് ഒരു സൗർ ടൈപ്പ് നിൽക്കണില്ലേ, അത് ആ ടേസ്റ്റാ അത്ര വേണം. അതുകൊണ്ട് എന്തോ ഒരു സാധനം പൊട്ടിക്ക് കയറി നിൽക്കുന്ന ഒരു ജസ്റ്റ് ഫീൽ ഉണ്ട്. അതെന്താന്ന് മുമ്പ് കഴിച്ച് ടേസ്റ്റ് അറിയാത്തോണ്ട് എന്തിൻ്റെന്ന് മനസ്സിലാവുന്നില്ല. എനിക്കും ഇഷ്ടമായി. നല്ല ഗ്രേവി, നല്ല തിക്ക് ഗ്രേവിയാ, കൺസിസ്റ്റൻസി ഒക്കെ നല്ല. അയിലയുടെയും അതുപോലെ നമ്മുടെ കരിമീൻ്റെ കൂടെ കരിമീനൊക്കെ വെച്ചുണ്ടാക്കി കഴിഞ്ഞാൽ പൊളപ്പനായിരിക്കും കേട്ടോ, പൊളപ്പൻ. ഈ ഫിഷ് നിർവാണയിലൊക്കെ കാഷ്യൂനട്ടൊക്കെ ഇട്ടിട്ടല്ലേ ഈ ഭയങ്കര തിക്കായിട്ട് വരുന്നത്. ഇത് നമുക്ക് അതൊന്നും വേണ്ട, പക്ഷെ സ്റ്റിൽ കോക്കനട്ട് കോക്കനട്ട് വേണം. ഷുഗർ ഇട്ടല്ലോ, അതെ ചെറിയൊരു മധുരം. കാഷ്യൂ ഇട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ മധുരം. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസായി ബക്കാൽവ വീണ്ടും വരും. ബക്കാൽവ പെട്ടെന്ന് ഇട്ടാണ്. മറ്റേതിൽ ഇന്നസെന്റ് പറയില്ലേ, നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നീ ഒരു നല്ല കുട്ടിയാട്ടോ, എന്ന് ഞാൻ പോട്ടെ എന്നിട്ട് തിരിഞ്ഞിട്ട് ആള് വീണ്ടും തിരിയും. നിന്നോട് ഗുഡ് നൈറ്റ് പറഞ്ഞോ? ഇല്ലല്ലേ? ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഇന്നസെന്റ് ആയിരുന്നു ഇത്. ഇന്നസെന്റ് ആണോ? മുടി വേണോ? ഇത് പറയണ മിമിക്രി